എന്നും നിങ്ങളിതാ ഇവരുടെ വീഡിയോ അല്ലേ കാണുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം വളരെ വലുതാണല്ലേ. എനിക്ക് കോഴികളെ വളർത്താൻ കൂടുണ്ടാക്കി തന്നതും കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ വാങ്ങി തന്നതും എല്ലാം വിനാട്ടനാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ വിനാട്ടൻ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല. ഞാനും മക്കളും മാത്രമേ വീഡിയോയിൽ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിനാട്ടനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ വിനാട്ടന്. വിനാട്ടൻ്റെ ജോലി ദേ ഈ കാണുന്ന മെഷീനിൽ വിറക് കീറുന്നതാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് എൻ്റെ കോഴി വളർത്തൽ മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയ സമയത്ത് എനിക്കങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള കൂടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, എൻ്റെ കോഴിപ്രാന്ത് കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് അത്യാവശ്യം സൗകര്യമുള്ള കൂടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. അതുപോലെ എനിക്ക് ഇൻക്യുബേറ്ററിനെ കുറിച്ചൊന്നും അങ്ങനെ കൂടുതൽ അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വിനാട്ടനാണ് ഒരു ദിവസം ഇതുപോലെ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഒരു ഇൻക്യുബേറ്റർ എനിക്ക് വാങ്ങി തന്നത്. ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ ഫുൾ ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവൽ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഇത് മതി, ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് അന്ന് വാങ്ങി തന്നതാണ്. അങ്ങനെ ഞാൻ അത് ഒരുപാട് ഉപയോഗിച്ചു. ഒരുപാട് കോഴിമക്കളെ ഞാൻ അതിൽ വിരിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻക്യുബേറ്ററിൽ കോഴിമക്കളെ വിരിയിച്ചിറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ വിനാട്ടന് ഒരു ഹായ് കൊടുക്കുക കേട്ടോ. ഹായ് കൊടുക്കാൻ ആരും മറന്നു പോരുതേ. അതുപോലെ ഇത് ഞങ്ങളുടെ വിറക് കീറുന്ന മിഷനാണ്. ഈ ഒരു മിഷന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഏത് സ്ഥലത്തുള്ള ആളുകളാണ്, ഏത് ജില്ലക്കാരാണ്, അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. എനിക്കൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ്. നിങ്ങൾ ഈ ഒരു മിഷന് കാണാതിരിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു മിഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു മിഷൻ ഉപയോഗിച്ചിട്ടാണ് വിറകും കാര്യങ്ങളൊക്കെ കീറുന്നത്. പിന്നെ ഇപ്പം കുറച്ചൊരു തിരക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കിട്ടാനില്ലല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്യാസായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു മിഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. നമുക്ക് എത്ര വിറക് വേണമെങ്കിലും ഇതിൽ കീറിയെടുക്കാം. അതായത് ആദ്യമൊക്കെ ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ മഴ കൊണ്ട് കീറിക്കാറായിരുന്നു പതിവ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ നമുക്ക് വിളിക്കുന്ന സ്ഥലങ്ങളിലൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അതുപോലെ ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 10-25ഓളം വണ്ടികളുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് വിറക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇനി എൻ്റെ പ്ലേസ് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ വിനാട്ടനെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് വിറക് കീറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തിരിച്ചറിയാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് കേട്ടോ. ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വിനാട്ടനെ വിളിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ട്. അവിടെ അവർക്ക് കുറച്ച് തെങ്ങുമുട്ടി കീറി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കീറുന്ന ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നത്. അപ്പം ഞാനെന്താ ജസ്റ്റ് ഒരു തെങ്ങുമുട്ടി കീറുന്നുണ്ട്. അപ്പം എന്നോട് പറയാണ് ആക്സിലേറ്റർ കൊടുക്കാനൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ ആക്സിലേറ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു നീ ഇങ്ങോട്ട് നിൽക്ക്, ബാക്കി ഞാൻ കീറാമെന്ന് പറഞ്ഞിട്ട് വിനാട്ടൻ കീറുകയാണേ. ആ ഒരു സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ കോഴിയുടെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഇതങ്ങനെ അവിടെ കിടന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ കൂട്ടത്തിൽ എൻ്റെ വിനാട്ടനെയും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു. വിനാട്ടൻ്റെ കൂടെ ഒരാളും കൂടി പണിക്കുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പണിക്ക് പോകുന്നത്. അപ്പം പുള്ളിക്കാരന് പണിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ മിഷന് നമ്മൾ കാണുന്നത് പോലെയല്ല കേട്ടോ, ചില്ലറക്കാരനൊന്നല്ല. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. വിറകൊക്കെ ഇങ്ങനെ പിടിച്ച് കീറുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു പാര നമ്മുടെ കയ്യും കൊണ്ടുപോകുകയെ. അങ്ങനെ കഴിഞ്ഞ ദിവസം കയ്യിൻ്റെ വലിയൊരു കഷ്ണം നഖം കൊണ്ടിട്ട് ആ ഒരു പാര പോയിട്ടുണ്ട്. അതുപോലെ വലിയ മുട്ടി കഷ്ണങ്ങളൊക്കെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഉരുണ്ട് പോകാതെ ശ്രദ്ധിക്കണം. ഉരുണ്ട് പോയാൽ നേരെ വീഴുന്നത് നമ്മുടെ കാലിൻ്റെ മുകളിലേക്കായിരിക്കും കേട്ടോ. അങ്ങനെ കാലിനും പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാനൊക്കെ രസമായിരിക്കും. കാരണം പാര ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, വിറക് ഇങ്ങനെ പൊട്ടി കീറുന്നു, കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ വിറക് കീറുന്നവർക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിപ്പം എൻ്റെ വീട്ടിലെ മെഷീൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് വീട്ടിൽ നിന്ന് വിറക് കീറാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ പെട്ടെന്നൊരാൾക്ക് വന്നിട്ട് അങ്ങനെ പഠിച്ച് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. സ്പീഡ്, നമ്മളിപ്പോൾ പണിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം സ്പീഡ് വേണം. കാരണം അവർക്ക് ഏകദേശം അറിയാം ഇത്ര ടൺ വിറക് ഇത്ര സമയത്തിനുള്ളിൽ കീറുന്നുള്ളൊരു ഏകദേശം അവർക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു വിറക് അവർക്ക് കീറി കൊടുക്കണം. അപ്പം നമ്മുടെ സ്പീഡ് മെയിനാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഒരാൾ വന്നിട്ട് അവർക്ക് അങ്ങനെ
കീറാൻ പറ്റില്ല. കാരണം കൈയൊക്കെ കൊടുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മുട്ടികളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ആക്സിലേറ്ററൊക്കെ കൊടുത്തിട്ട് വേണം അത് പൊട്ടിക്കാനേ. ചില സമയങ്ങളിൽ പാര മുട്ടിക്കഷ്ണത്തിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി പോകാറുണ്ട്, എന്നിട്ട് കിട്ടില്ല. കിട്ടാത്ത സമയങ്ങളിൽ ഈ മുട്ടിക്കഷ്ണവും ഈ മിഷനും എല്ലാം കൂടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അവിടുന്ന് തട്ടി മുട്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പാര ആ ഒരു എന്താ പറയുക മുട്ടിക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുക്കാറ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അസുഖങ്ങൾ വരാറുണ്ട്. പാര വളഞ്ഞു പോവുക, അതുപോലെ മുറിഞ്ഞു പോവുക, അതുപോലെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തെറിച്ച് പോവുക, അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കങ്ങനെ പെട്ടെന്ന് അടുത്തുനിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല കേട്ടോ. ചില സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ടൗണിൽ തന്നെ പോകണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അസുഖങ്ങൾ അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എന്തായാലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു മിഷൻ പ്രവർത്തിക്കുന്നത് ഡീസലിലാണ് കേട്ടോ. ഡീസൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇതാണ് ഇതിൻ്റെ പാര. ഇതിപ്പം പുതിയ പാര മാറ്റിയിട്ടതാണ് കേട്ടോ. അതിൻ്റെ മുന്നത്തെ പാര തേഞ്ഞു പോയി. അപ്പോൾ പാര ഇങ്ങനെ കുറേ കീറുന്ന സമയത്ത് അത് തേഞ്ഞു പോകും കേട്ടോ. ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് അത് ഒന്നും കൂടി റെഡിയാക്കി എടുക്കും. ഇനി റെഡിയാക്കി എടുക്കാനില്ലെങ്കിൽ പുതിയ പാര ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളുടെ കൈ കുടുങ്ങുക കേട്ടോ. വിറക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ആ ഒരു പാര വരുന്നത്. അപ്പം നന്നായിട്ട് വിറക് കീറുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൈയും കൊണ്ട് പാര പോവും, നമുക്ക് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മിഷന്. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്കുള്ള സമയത്ത് മെഷീൻ അഴിച്ചു വെക്കണം. ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഈ ഒരു മെഷീന് വണ്ടിയിലേക്ക് കയറ്റും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം കോഴിക്കോടുള്ള ആരെങ്കിലും ഞങ്ങളുടെ ഈ ഒരു പച്ചവണ്ടി കണ്ടിട്ടുണ്ടോ, ഞങ്ങളുടെ വിറക് വണ്ടി? അതുപോലെ വിനേട്ടനെ പരിചയമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ.